എല്ലാ കൂട്ടുകാർക്കും ടീച്ചറിൻ്റെ നല്ല നമസ്കാരം. +2 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ സെക്കൻഡ് ചാപ്റ്റർ അറേയ്സിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അടുത്ത പാർട്ടിലേക്ക് നമ്മൾ വരികയാണ്. അറേ എന്താണ്, അറേ ഡിക്ലറേഷൻ എങ്ങനെയാണ്, മെമ്മറി അലോക്കേഷൻ എന്താണ്, ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്തതായിട്ട് വരേണ്ടത് എങ്ങനെയാണ് അറേ ഇൻപുട്ട് ചെയ്യുന്നത്, അറേയിലേക്ക് ഡേറ്റ എങ്ങനെയാണ് ഇൻപുട്ട് ചെയ്യുന്നത്, അതുപോലെ അത് എങ്ങനെ ഡിസ്പ്ലേ ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. പിന്നെ അറേ ഓപ്പറേഷൻ ഉണ്ട്, അറേയെ കുറിച്ചുള്ള കുറച്ച് ഓപ്പറേഷൻസ് ഒക്കെ ഉണ്ട്. ഇതെല്ലാമാണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്. അപ്പോൾ ആദ്യത്തെ ടോപ്പിക്ക് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടാമത്തെ ടോപ്പിക്കിലേക്ക് ശ്രദ്ധിച്ചിരിക്കുക. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അറേസിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത് ഒരു അറേയിലേക്ക് എങ്ങനെ ഡേറ്റ ഇൻപുട്ട് ചെയ്യാം, ആ ഡേറ്റ എങ്ങനെ ഡിസ്പ്ലേ ചെയ്യാം, പിന്നെ അറേ ട്രാവേഴ്സൽ എന്താണ്, ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ ഈ പാർട്ടിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ എങ്ങനെ ഒരു ന്യൂമറിക് അറേ ഇൻപുട്ട് ചെയ്യാം എന്നതാണ് നമുക്ക് പഠിക്കാനുള്ളത്. ന്യൂമറിക് എന്ന് പറയുമ്പോൾ ഇൻറ്റിജർ ആവാം, ഫ്ലോട്ട് ആവാം, ഡബിൾ ആവാം, അല്ലേ? അതേപോലെയുള്ള ഡേറ്റ എങ്ങനെ ഇൻപുട്ട് ചെയ്യാം, ന്യൂമറിക് ആയിട്ടുള്ള നമ്പേഴ്സ് ആയിട്ടുള്ള ഡേറ്റയെ എങ്ങനെ അറേയിലേക്ക് ഇൻപുട്ട് ചെയ്യാം എന്നാണ് നമുക്ക് പഠിക്കേണ്ടത്. അതിന് ആദ്യം തന്നെ അറേ യൂസ് ചെയ്യുന്നതിന് മുൻപ് തന്നെ നമുക്കത് ഡിക്ലെയർ ചെയ്യേണ്ടതായിട്ടുണ്ട്, അല്ലേ? ഇവിടെ ഒരു ഇൻറ്റിജർ അറേയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സ്കോർ എന്ന് പറയുന്ന ഒരു ഇൻറ്റിജർ അറേ. എത്രയാണ് അതിൻ്റെ സൈസ്? 5. അപ്പോൾ ഈ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ എന്ത് സംഭവിക്കും? മെമ്മറിയിൽ ഒരു അറേ ഡിക്ലെയർ ആവും. 5 മെമ്മറി ലൊക്കേഷൻസ്, കണ്ടിന്യൂസ് ആയിട്ട് 5 മെമ്മറി ലൊക്കേഷൻസ് ഉള്ള ഒരു അറേ ഡിക്ലെയർ ആവും. അതിനോടൊപ്പം തന്നെ ഒരു വേരിയബിൾ കൂടി ഇവിടെ ഡിക്ലെയർ ആവുന്നുണ്ട്. I എന്ന് പറയുന്ന വേരിയബിൾ കൂടി ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. ഇനി ഒരു അറേ എന്ന് പറയുമ്പോൾ അതൊരു സിംഗിൾ വേരിയബിൾ അല്ല, അതേപോലെ തന്നെ ഒരു സിംഗിൾ വാല്യൂ മാത്രം ഇൻപുട്ട് ചെയ്താലും പോരാ, അല്ലേ? ഇൻപുട്ട് ചെയ്താൽ പോരാ, അതിലേക്ക് നമുക്ക് ഒരു കൂട്ടം വാല്യൂസ്, ഇവിടെ എത്ര വാല്യൂ വേണം? 5 വാല്യൂസ് വേണം ഇൻപുട്ട് ചെയ്യാൻ. അപ്പോൾ ഒരിക്കലും ഒരു സിംഗിൾ ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ച് നമുക്കത് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ എന്ത് വേണം? ഒരേ പ്രവൃത്തി തന്നെ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ചെയ്യണം, റിപ്പീറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് ലൂപ്പ് വേണം, അല്ലേ? ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ച് മാത്രമേ നമുക്കത് ചെയ്യാൻ കഴിയൂ. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ഫോർ ലൂപ്പാണ്. ഈ ഫോർ ലൂപ്പിലെ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ ആണ് i, നമ്മൾ മുമ്പേ ഡിക്ലെയർ ചെയ്ത i. ഈ i വേരി ചെയ്യുന്നത് 0 മുതൽ 4 വരെയാണ്. അതായത് നമ്മുടെ അറേയുടെ ഇൻഡെക്സ് ആയ 0 മുതൽ 4 വരെയാണ് ഈ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ വേരി ചെയ്യുന്നത്. കാരണം നമുക്ക് വേണ്ടുന്നത് സ്കോർ ഓഫ് 0 മുതൽ സ്കോർ ഓഫ് 4 വരെയുള്ള എലമെന്റ്സ് ആണ്. ഇതിന്റെ ഉള്ളിൽ, ഈ ഫോർ ലൂപ്പിന്റെ ഉള്ളിൽ ഒരു സീൻ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ, സ്കോർ ഓഫ് i എന്ന് പറഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അറേയിലേക്ക് ഡേറ്റ ഇൻപുട്ട് ചെയ്ത് കൊടുക്കാൻ കഴിയും. അപ്പോൾ ഈ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ് ഇൻഡ് സ്കോർ ഓഫ് 5 എന്ന് പറയുന്ന ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ് നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ തന്നെ മെമ്മറിയിൽ എന്ത് സംഭവിക്കും? ഇതേപോലെ 5 എലമെന്റ്സ് കണ്ടിന്യൂസ് ആയിട്ട് മെമ്മറിയിൽ അലോക്കേറ്റ് ചെയ്യും. ഇതിന്റെ ബൈറ്റ് സൈസ് എത്രയായിരിക്കും? ടോട്ടൽ ബൈറ്റ്സ് എത്രയായിരിക്കും? ഇൻറ്റിജർ അറേ ആയതുകൊണ്ട് ഡേറ്റ ടൈപ്പിന്റെ സൈസ് 4, അറേയുടെ സൈസ് 5. അപ്പോൾ 4 × 5 20 ആയിരിക്കും ഈ അറേയുടെ ടോട്ടൽ ബൈറ്റ് സൈസ്. അപ്പോൾ ഈ സ്കോർ ഓഫ് 0 മുതൽ സ്കോർ ഓഫ് 4 വരെയുള്ള മെമ്മറി അലോക്കേറ്റ് ചെയ്ത് കഴിയും. ഇനിയാണ് ഫോർ ലൂപ്പ് വർക്ക് ചെയ്ത് തുടങ്ങുന്നത്, എക്സിക്യൂട്ട് ചെയ്ത് തുടങ്ങുന്നത്. ഫോർ ലൂപ്പിൽ ഐയുടെ ആദ്യത്തെ വാല്യൂ i = 0. അപ്പോൾ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്? സീൻ സ്കോർ ഓഫ് 0, ഐക്ക് പകരം 0. അതിലേക്ക് നമ്മൾ ഒരു വാല്യൂ ഇൻപുട്ട് ചെയ്ത് കൊടുക്കുന്നു, 2 എന്ന വാല്യൂ ഇൻപുട്ട് ചെയ്ത് കൊടുക്കും. ഇത് എവിടേക്ക് പോയി റൈറ്റ് ചെയ്യും? സ്കോർ ഓഫ് 0യുടെ മെമ്മറി ലൊക്കേഷനിൽ പോയി എന്ത് ചെയ്യും? സ്റ്റോർ ചെയ്യും, അല്ലേ? ഇനി അടുത്തത് അടുത്ത ഇറ്ററേഷനിൽ ഐയുടെ വാല്യൂ എത്രയാവും? 1 ആവും. അപ്പോൾ സ്കോർ ഓഫ് 1 അത് നമ്മൾ വാല്യൂ ഇൻപുട്ട് ചെയ്ത് കൊടുക്കുന്നു. അത് സ്കോർ ഓഫ് 1 എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷനിൽ പോയി സ്റ്റോർ ചെയ്യുന്നു. അടുത്ത i = 2. അപ്പോൾ സ്കോർ ഓഫ് 2ലേക്ക് വാല്യൂ കൊടുക്കണം, അത് സ്കോർ ഓഫ് 2 വന്ന് ചെയ്യുന്നു. ദെൻ i = 3.
സ്കോർ ഓഫ് 3. അവിടെ 5 എന്ന് പറയുന്ന വാല്യൂ നമ്മൾ ഇൻപുട്ട് ചെയ്ത് കൊടുക്കുന്നു. സ്കോർ ഓഫ് 3യിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. അടുത്ത വാല്യൂ സ്കോർ ഓഫ് 4, i is equal to 4 ആണ്. അപ്പോൾ സ്കോർ ഓഫ് 4ലേക്കും വാല്യൂ സ്റ്റോർ ചെയ്യുന്നു. നമ്മൾ ഇൻപുട്ട് ചെയ്യുന്ന വാല്യൂ സ്റ്റോർ ചെയ്യുന്നു. അടുത്ത ഐയുടെ വാല്യൂ 5 ആണ്. പക്ഷേ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യില്ല. അതുകൊണ്ട് സീൻ സ്റ്റേറ്റ്മെന്റിലേക്ക് വരാതെ എന്ത് ചെയ്യുന്നു, ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്യുന്നു അല്ലെ. ഇത്രയാവുമ്പോൾ അരയില് 4 വരെയുള്ള എലമെന്റ്സ്, സ്കോർ ഓഫ് 4 വരെയുള്ള എലമെന്റ്സ് സ്റ്റോർ ആയിട്ടുണ്ട്. അപ്പോൾ അര എങ്ങനെയായിരിക്കും, മെമ്മറിയിൽ അലോക്കേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന അരയിലെ വാല്യൂസ് എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ എലമെന്റ്സ് എങ്ങനെയായിരിക്കും, ഇതുപോലെ ആയിരിക്കും മെമ്മറിയിൽ ഉണ്ടാവുക അല്ലേ. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഇൻപുട്ട് ചെയ്യുന്നതെന്ന് മനസ്സിലായല്ലോ. ഇൻപുട്ട് ചെയ്യാൻ ഒരു ന്യൂമറിക് അറേ ഇൻപുട്ട് ചെയ്യാൻ എന്ത് വേണം, ഒരു ലൂപ്പ് ഉണ്ടായേ പറ്റത്തുള്ളൂ അല്ലെ. ലൂപ്പിനുള്ളിലാണ് നമ്മൾ ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നത്. ഓക്കെ, അടുത്തത് ഒരു ന്യൂമറിക് അറേ ഔട്ട്പുട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പം ഇൻപുട്ട് ചെയ്ത അതേ ന്യൂമറിക് അറേ നമുക്ക് ഔട്ട്പുട്ട് ചെയ്യണം എന്ന് വിചാരിക്കുക, ഡിസ്പ്ലേ ചെയ്യണം. എങ്ങനെ ചെയ്യാം? ടു ഔട്ട്പുട്ട് എ ന്യൂമറിക് അറേ എങ്ങനെ ചെയ്യാം? അതുപോലെ തന്നെ, കാരണം ഒരു എലമെന്റ് അല്ലല്ലോ ഉള്ളത്, ഒന്നിൽ കൂടുതൽ എലമെന്റ്സ് ഉണ്ട്. നമ്മുടെ ഈ എക്സാമ്പിളിലാണെങ്കിൽ 5 എലമെന്റ്സ് ഉണ്ട്. അപ്പൊ എന്ത് വേണം? ഫോർ ലൂപ്പ് എന്നല്ല, ഏതെങ്കിലും ഒരു ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടായേ പറ്റും. ഇവിടെ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ഫോർ ലൂപ്പാണ് കൊടുക്കുന്നത്. കൂടുതലും ഫോർ ലൂപ്പ് കൊടുത്ത് എഴുതാം, കുറച്ച് സിമ്പിൾ ആണല്ലോ, കുറച്ചുകൂടി എഴുതാനൊക്കെ എളുപ്പമുണ്ടല്ലോ കോഡിങ്. അപ്പോൾ ഫോർ ലൂപ്പ് ഇൻപുട്ട് ചെയ്യാൻ ഉപയോഗിച്ച അതേ ഫോർ ലൂപ്പ് തന്നെ ഇവിടെയും കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് സി ഔട്ട് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നു, സ്കോർ ഓഫ് 5. മുമ്പേ നമ്മൾ പറഞ്ഞ പോലെ തന്നെ i is equal to 0 ആകുമ്പോൾ മെമ്മറിയിൽ ഇരിക്കുന്ന സ്കോർ ഓഫ് 0 എടുത്ത് സ്ക്രീനിലേക്ക് പ്രിന്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് അടുത്ത ഐട്രേഷൻ i is equal to 1 ആകുമ്പോൾ മെമ്മറി സ്കോർ ഓഫ് 1ൽ ഇരിക്കുന്ന വാല്യൂ എടുത്ത് സ്ക്രീനിലേക്ക് പ്രിന്റ് ചെയ്യുന്നു. ഇങ്ങനെ ഐയുടെ വാല്യൂ 4 ആവുന്നിടം വരെ, സ്കോർ ഓഫ് 4 വരെ എടുത്ത് പ്രിന്റ് ചെയ്യുന്നു. അപ്പോൾ മെമ്മറി ഇതാണ് അല്ലെ, മെമ്മറിയിൽ ഇരിക്കുന്ന അറേ ഇതാണ്, സ്ക്രീനിൽ ഇതുപോലെ പ്രിന്റ് ചെയ്ത് വരും. അടുത്തത് ട്രാവേഴ്സൽ. മിക്ക എക്സാമുകൾക്കും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ട്രാവേഴ്സൽ. എന്താണ് ട്രാവേഴ്സൽ? ട്രാവേഴ്സൽ എന്ന് പറഞ്ഞാൽ ഒരു അറേ ഓപ്പറേഷൻ ആണ്. ഇത് ഒരു അറേ ഓപ്പറേഷൻ ആണ്, അതായത് അറേയിൽ നമ്മൾ പെർഫോം ചെയ്യുന്ന ഒരു ഓപ്പറേഷൻ ആണ് ട്രാവേഴ്സൽ. ട്രാവേഴ്സൽ ഓരോ എലമെന്റിനെയും, അതായത് അറേയിലെ ഓരോ എലമെന്റിനെയും ഒരു പ്രാവശ്യമെങ്കിലും ആക്സസ് ചെയ്യുന്നതിനെയാണ് ട്രാവേഴ്സൽ എന്ന് പറയുന്നത്. മനസ്സിലായോ? ആക്സസിങ് ഈച്ച് എലമെന്റ് ഓഫ് ആൻ അറേ അറ്റ്ലീസ്റ്റ് വൺസ്. അതായത് എല്ലാ എലമെന്റിലും ഒരു പ്രാവശ്യം വിസിറ്റ് ചെയ്തിരിക്കണം, ഒരു പ്രാവശ്യമെങ്കിലും വിസിറ്റ് ചെയ്തിരിക്കണം. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ട്രാവേഴ്സൽ. അപ്പൊ അതിന് എക്സാമ്പിൾ എന്ത് പറയണം? ഒരു അറേ പ്രിന്റ് ചെയ്യുന്നത് അല്ലെ, എല്ലാ എലമെന്റിലൂടെയും പാസ് ചെയ്തെങ്കിൽ മാത്രമല്ലേ ഓരോ എലമെന്റ് ആയിട്ട് എടുത്ത് പ്രിന്റ് ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് ഡിസ്പ്ലേ ഓൾ എലമെന്റ്സ് ഓഫ് ആൻ അറേ എന്ന് പറയുന്നത് ട്രാവേഴ്സലിന് എക്സാമ്പിൾ ആണ്. അപ്പൊ ട്രാവേഴ്സൽ എന്ന് പറഞ്ഞാൽ ഒരു അറേ ഓപ്പറേഷൻ ആണ്. ഒരു പ്രാവശ്യമെങ്കിലും എല്ലാ അറേ എലമെന്റ്സിനെയും വിസിറ്റ് ചെയ്യുക അല്ലെങ്കിൽ ആക്സസ് ചെയ്യുന്നതാണ് ട്രാവേഴ്സൽ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഡിസ്പ്ലേ ഓൾ എലമെന്റ്സ് ഓഫ് ആൻ അറേ. അപ്പോൾ ഈ ട്രാവേഴ്സലിന് ഒരു എക്സാമ്പിൾ നമുക്ക് എഴുതാം, ഒരു പ്രോഗ്രാം എഴുതാം. ട്രാവേഴ്സൽ ഓഫ് ആൻ അറേ, ട്രാവേഴ്സൽ ഓപ്പറേഷൻ ഓഫ് ആൻ അറേക്ക് നമുക്കൊരു പ്രോഗ്രാം എഴുതാം. ഇവിടെ സാധാരണ നമ്മൾ പ്രോഗ്രാമിനെല്ലാം എഴുതിയേക്കുന്ന പോലെ തന്നെ ആദ്യം അറിയാമല്ലോ, ഹാഷ് ഇൻക്ലൂഡ്, അത് ലിങ്ക് ചെയ്യാൻ വേണ്ടി ഹെഡർ ഫയൽ യൂസ് ചെയ്ത് ലിങ്ക് ചെയ്യുന്നു. ഹാഷ് ഇൻക്ലൂഡ് IO സ്ട്രീം, ദെൻ യൂസിങ് നെയിം സ്പേസ് std ഇൻഡ് മെയിൻ. ഇത് ഇത്രയും ഇനി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ, നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് പ്രോഗ്രാമുകൾ എഴുതിയതാണ് ലാസ്റ്റ് ഇയർ, അതുകൊണ്ട് ഇത് ഇത്രയും ഞാൻ ഇനി എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ. അത് കഴിഞ്ഞ് കേർലി ബ്രേസ് ഓപ്പൺ ആക്കുന്നു. ആദ്യം തന്നെ ഒരു അറേ എന്ത് ചെയ്യണം? ഡിക്ലെയർ ചെയ്യണം. നമുക്കൊരു അറേ ഓപ്പറേഷൻ ആണ് എഴുതേണ്ടത്. അറേ ട്രാവേഴ്സൽ എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്പ്ലേ ചെയ്യാൻ പോവാണ് അല്ലെ. ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു ഓപ്പറേഷൻ, ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഒരു എക്സാമ്പിൾ മാത്രമാണ്. ഓരോ അറേ എലമെന്റ്സിന്റെ എല്ലാം കൂടി സം കാണുന്നത് ഒരു ട്രാവേഴ്സൽ ഓപ്പറേഷൻ ആണ്. ഓരോ എലമെന്റിന്റെയും കൂടെ 5 വെച്ച് ആഡ് ചെയ്യുന്നത് ഒരു ട്രാവേഴ്സൽ ഓപ്പറേഷൻ ആണ്. ഇവിടെ നമ്മൾ ഒരു ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ട്രാവേഴ്സൽ ഓപ്പറേഷൻ ഡിസ്പ്ലേക്കുള്ള ഒരു പ്രോഗ്രാമാണ്
എഴുതുന്നത്. അപ്പോൾ എന്ത് തന്നെ ആയാലും ശരി, ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ അതിനകത്തേക്ക് ആദ്യം എന്ത് ചെയ്യണം? ഇൻപുട്ട് ചെയ്യണം. ഇൻപുട്ട് ചെയ്താൽ മാത്രമേ ഔട്ട്പുട്ട് ചെയ്യാൻ കഴിയൂ. അപ്പോൾ എന്തായാലും ആ അറേ യൂസ് ചെയ്യുന്നതിന് മുമ്പ് അത് ഡിക്ലെയർ ചെയ്തിരിക്കണം അല്ലേ? അപ്പോൾ ഒരു ഇൻഡിജർ അറേ നമ്മൾ ഉപയോഗിക്കുന്നു. എ എന്നാണ് അതിന് പേര് കൊടുത്തിരിക്കുന്നത്. സൈസ് 5. ഇവിടെ 5 കൊടുത്തു. നമുക്ക് ഇഷ്ടമുള്ളതുപോലെ കൊടുക്കാം. 5 തന്നെ വേണമെന്നൊന്നുമില്ല. അടുത്തത് ഐ, ലൂപ്പ് കൺട്രോൾ വേരിയബിൾ ആയിട്ടുള്ള ഐ ഉപയോഗിക്കുന്നു. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഈ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റിൽ എ എന്ന് പറയുന്ന അരയും ഡിക്ലെയർ ചെയ്യുന്നു, ഐ എന്ന് പറയുന്ന വേരിയബിളും ഡിക്ലെയർ ചെയ്യുന്നു. അതിൽ രണ്ടിനും മെമ്മറിയിൽ സ്പേസ് അലോക്കേറ്റ് ചെയ്യുന്നു. ഇനി എന്ത് ചെയ്യുന്നു? നമുക്ക് ഇൻപുട്ട് ചെയ്ത് കൊടുക്കണം. എലമെന്റ്സ് ഇൻപുട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ സ്ക്രീനിൽ നമുക്കൊരു ഇൻസ്ട്രക്ഷൻ വരുന്നു, എന്റർ ദി എലമെന്റ്സ് ഓഫ് ദി അറേ. അതിനുവേണ്ടി ഒരു സി ഔട്ട് സ്റ്റേറ്റ്മെന്റ് നമ്മൾ കൊടുക്കുന്നു. ഇനി ഇൻപുട്ട് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ലൂപ്പ് വേണം. ഫോർ ലൂപ്പ് i is equal to 0, i less than 5, i plus plus. അതിനുള്ളിൽ നമ്മൾ സീൻ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നു. a of i വരുമ്പോൾ ഓരോന്നും a of 0 വരുന്നു, a of 1, a of 2, a of 3 and a of 4. അങ്ങനെ എലമെന്റ്സ് റീഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്? ഈ ഫോർ ലൂപ്പും അതിനുള്ളിലെ സീൻ സ്റ്റേറ്റ്മെന്റും ഉപയോഗിക്കുന്നത് എലമെന്റ്സ് റീഡ് ചെയ്യാൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പോൾ ഈ സി ഔട്ട് സ്റ്റേറ്റ്മെന്റ്, എൻ്റെ ദി എലമെന്റ്സ് ഓഫ് ദി അറേ എന്നുള്ള സി ഔട്ട് സ്റ്റേറ്റ്മെന്റും ഈ ഫോർ ലൂപ്പും കൂടി വന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്ന എന്താ? ഔട്ട്പുട്ട് സ്ക്രീനിൽ അപ്പം തന്നെ വരുന്നു എൻ്റെ ദി എലമെന്റ്സ് ഓഫ് ദി അറേ. നമ്മൾ ഓരോ എലമെന്റ് ആയിട്ട് ഇൻപുട്ട് ചെയ്ത് കൊടുക്കുന്നു. അത് ഓരോന്നും എയുടെ അറേയുടെ മെമ്മറിയിലേക്ക് പോയി സ്റ്റോർ ചെയ്യുന്നു അല്ലേ? ഓക്കെ, അടുത്ത സ്റ്റേറ്റ്മെന്റ്. ഇനി അറേ എലമെന്റ്സ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യണം. ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞു, ഇനി എന്ത് ചെയ്യണം? ഔട്ട്പുട്ട് ചെയ്യണം. അതായത് അറേ എലമെന്റ്സ് ഡിസ്പ്ലേ ചെയ്യണം. അപ്പോൾ ഇതേപോലെ ഒരു ഇൻസ്ട്രക്ഷൻ പോലെ നമ്മൾ സ്ക്രീനിൽ ഒരു ഭംഗിക്ക് വരാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ ഒരു സി ഔട്ട് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നു. അറേ എലമെന്റ്സ് ആർ, അറേ എലമെന്റ്സ് ആർ, സി ഔട്ട് അറേ എലമെന്റ്സ് ആർ. വീണ്ടും ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ ഫോർ ലൂപ്പ് വേണ്ടേ? ഓക്കെ, അപ്പോൾ വീണ്ടും ഫോർ ലൂപ്പ് വരുന്നു. സെയിം ഫോർ ലൂപ്പ് തന്നെ ഉപയോഗിക്കുന്നു. ഏതിന്റെ? ഇൻപുട്ട് ചെയ്ത് അതേ ഫോർ ലൂപ്പ് തന്നെ മതിയല്ലോ, കാരണം ഇവിടെയും 0 മുതൽ 4 വരെയാണ് വേണ്ടത്. എന്നിട്ട് സി ഔട്ട് എ ഓഫ് ഐ. അത് കഴിഞ്ഞ് ഇവിടെ നിങ്ങൾ കണ്ടോ ഒരു /t. കഴിഞ്ഞ വർഷം നിങ്ങൾ പഠിച്ചതാണ്. ഇതെന്താണ്? ഹൊറിസോണ്ടൽ ടാബിന് വേണ്ടി. കാരണം നമ്മുടെ ഔട്ട്പുട്ട് വരുമ്പോൾ ഈ നമ്പേഴ്സ് എല്ലാം അടുത്തടുത്ത് വരാതിരിക്കാൻ വേണ്ടി ഒരു ഗ്യാപ്പ് ഇട്ട് വന്നാലല്ലേ നമുക്ക് അറിയാൻ പറ്റൂ ഇത്ര 5 എലമെന്റ്സ് ഉണ്ട്, ഈ 5 എണ്ണം ഏതൊക്കെയാണെന്ന് അറിയണമെങ്കിൽ അതിനിടയ്ക്ക് സ്പേസ് വേണം. അപ്പോൾ ഒരു ഹൊറിസോണ്ടൽ ടാബ് വരാൻ വേണ്ടിയാണ് നമ്മൾ /t കൊടുത്തത്. പകരം /n കൊടുക്കുവാണെങ്കിൽ താഴെയായിട്ട് എലമെന്റ്സ് വരും. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ എന്ത് വരും? അറേ എലമെന്റ്സ് ആർ 12, 3, 6, 7, 10. ഹൊറിസോണ്ടൽ ടാബ് ഇട്ടിട്ടായിരിക്കും ആ എലമെന്റ്സ് വരുന്നത്. പിന്നെ റിട്ടേൺ 0 കൊടുക്കുന്നു, ബ്രേസ് ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രാവേഴ്സലിനുള്ള പ്രോഗ്രാം. ട്രാവേഴ്സൽ എക്സാമ്പിൾ ആയിട്ടുള്ള ഡിസ്പ്ലേക്കുള്ള പ്രോഗ്രാം. ഇതുപോലെ നമുക്ക് ട്രാവേഴ്സലിന് എക്സാമ്പിൾ ആയിട്ട് അറേ എലമെന്റ്സ്, എല്ലാ അറേ എലമെന്റ്സിനെ ഒരിക്കലെങ്കിലും വിസിറ്റ് ചെയ്യണം. അങ്ങനെയുള്ള ഏത് പ്രോഗ്രാം വേണമെങ്കിലും എഴുതാം. അറേയെക്കുറിച്ച് വളരെ ചെറിയൊരു ടോപ്പിക്കാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.